തൂങ്ങിയ മരണമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വീട്ടുകാർ മൊബൈൽ ഫോൺ വാങ്ങി വെച്ചതിനുള്ള മനോവിഷമത്തിൽ പെൺകുട്ടി ജീവനൊടുക്കിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സോഷ്യൽ മീഡിയ കുട്ടികളിക്കുള്ളതാണോ? എന്താ നമ്മുടെ അഭിപ്രായം? വിസ്ഡം സ്റ്റുഡൻസ് പറയുന്നു, അല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അല്ല, അത് കുട്ടികൾക്ക് ഇങ്ങനെ യഥേഷ്ടം കയറി വിഹരിക്കാനുള്ള ഏരിയ അല്ല സോഷ്യൽ മീഡിയ. അതിൻ്റെ അൽഗോരിതത്തിലൂടെ കുട്ടികൾ ഏതൊക്കെ തലത്തിലേക്ക് പോകും എന്നത് പറയാൻ കഴിയില്ല. എന്നാൽ അതിൻ്റെ ആപത്തുകൾ, അതിൻ്റെ വിപത്തുകൾ ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സമയം വൈകിയിട്ടില്ല, നമുക്ക് ഇനിയും തിരിച്ചു പിടിക്കാൻ കഴിയും. വിസ്ഡം സ്റ്റുഡൻസ് അവിടെയാണ് ഒരു പുതിയ ദൗത്യ നിർവഹണവുമായി മുന്നിട്ടിറങ്ങുന്നത്. മറ്റൊന്നുമല്ല, കുട്ടിക്കളിയല്ല സോഷ്യൽ മീഡിയ എന്നൊരു മഹത്തായ ക്യാമ്പയിൻ വിസ്ഡം സ്റ്റുഡൻസ് അനൗൺസ് ചെയ്യുകയാണ്. അതിൻ്റെ പ്രഖ്യാപന സമ്മേളനമാണ്, അതിൻ്റെ ലോഞ്ചിങ് ആണ് ഈ വരുന്ന മാർച്ച് 29-ന് കോഴിക്കോട് വെച്ച് നടക്കാനിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും, ഈ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഒന്നടങ്കമുള്ള സപ്പോർട്ട് ഈ ഒരു ക്യാമ്പയിൻ്റെ വിഷയത്തിൽ ഉണ്ടാകണം. കേവലം ഈ ഒരു ക്യാമ്പയിനിലൂടെ രക്ഷിതാക്കളുടെ ആശങ്കയേറ്റുന്ന തരത്തിലുള്ള ഡാറ്റകൾ പുറത്തുവിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ്, അപകടങ്ങൾ മാത്രം പറഞ്ഞു പോകുന്ന ശൈലിയല്ല വിസ്ഡം സ്റ്റുഡൻസ് ഈ ക്യാമ്പയിനിലൂടെ സ്വീകരിക്കുന്നത്. പ്രായോഗികമായ പരിഹാരങ്ങളാണ്. കുട്ടികളെ, അവരുടെ ബാല്യത്തെ എങ്ങനെ അവർക്ക് തിരിച്ചു നൽകാം എന്ന പ്രായോഗിക പരിഹാരങ്ങൾ ഇൻഷാ അല്ലാഹ് വിസ്ഡം സ്റ്റുഡൻസ് ഈ ക്യാമ്പയിനിലൂടെ മുന്നോട്ട് വെക്കും. എല്ലാവരും മാർച്ച് 29-ന് വൈകിട്ട് 5 മണി മുതൽ കോഴിക്കോട് വെച്ച് നടക്കുന്ന ഈ ഒരു ക്യാമ്പയിൻ പ്രഖ്യാപനത്തിലേക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.